ലഘൂകരിക്കാൻ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. 1966 താഷ്കെൻഡിൽ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ ഇത്തവണയും മധ്യസ്ഥത വഹിക്കാൻ റഷ്യ ഇടപെടണം എന്നാണ് പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് ഖാലിദ് ജമാലി റഷ്യയോട് പറഞ്ഞത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സംഘർഷങ്ങൾ മനഃപൂർവ്വം വർദ്ധിപ്പിച്ച പാകിസ്ഥാന് ഇപ്പോൾ അക്കിടി പറ്റിയ അവസ്ഥയിലാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ നിലവിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാകിസ്ഥാന് നാലുപാടു നിന്നുമാണ് നല്ല മുട്ടൻ പണി കിട്ടിയിരുന്നത്. പണി കിട്ടിത്തുടങ്ങി എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. TASS വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം റഷ്യയിലെ പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് ഖാലിദ് ജമാലി റഷ്യയ്ക്ക് ഇന്ത്യയുമായി സവിശേഷമായ ഒരു പങ്കാളിത്തമുണ്ടെന്നും 1966 താഷ്കെൻഡിൽ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ ഇത്തവണയും മധ്യസ്ഥത വഹിക്കാൻ റഷ്യ ഇടപെടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് 1972 സിംല കരാറും 1999 ലാഹോർ പ്രഖ്യാപനത്തിനും അനുസൃതമായി ഒരു മൂന്നാം കക്ഷി മധ്യസ്ഥതയുടെ ആവശ്യമില്ലാതെ സംഘർഷം കുറയ്ക്കണമെന്നായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആവശ്യപ്പെട്ടത്. കൂടാതെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറും റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവ്റോവുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നയതന്ത്രത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ലാവ്റോവ് ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും സംഘർഷം വഷളാക്കുന്നത് ഒഴിവാക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിനിടയിൽ ചെനാബ് നദിയിലെ ബാഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ നിർത്തിവെച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരാഴ്ചത്തെ ചർച്ചകൾക്കും പരിശോധനകൾക്കും ശേഷം ഇന്ത്യ ബാഗ്ലിഹാർ അണക്കെട്ടിലെ മണ്ണൊലിപ്പ് നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സ്ലൂയിസ് ഗേറ്റുകൾ താഴ്ത്തുകയും ചെയ്യുകയായിരുന്നു. ഇത് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം 90% വരെയാണ് കുറച്ചത്. കിഷൻഗംഗ അണക്കെട്ടിലും സമാനമായ പ്രവർത്തനങ്ങൾ ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. പാകിസ്ഥാൻ ഭൂതല ഭൂപട ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യയുടെ ഈ നടപടി ഉണ്ടായത്. രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളിലും പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾ ഡോക്ക് ചെയ്യുന്നത് നിരോധിച്ചതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗുരസ് താഴ്വരയിലെ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ മെഗാ ജലവൈദ്യുത നിലയമായ കിഷൻഗംഗ അണക്കെട്ടിലും വളരെ വേഗം വലിയ അറ്റകുറ്റപ്പണികൾ നടക്കും. അതിൽ നിന്നുമുള്ള എല്ലാ ജലപ്രവാഹവും നിർത്തലാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ പദ്ധതി. മാത്രമല്ല, സിന്ധു നദികളിൽ നിന്ന് വടക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ജലവിതരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ച് മെയ് 3 ജലശക്തി മന്ത്രാലയത്തിലെ അധികാരികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒഴുക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ മേൽനോട്ടം വഹിക്കാൻ NHPCയിൽ നിന്നുള്ള ഏകദേശം 50 എഞ്ചിനീയർമാർ ഇതിനകം തന്നെ ജമ്മുകാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തുണ്ട്. ഈ സാഹചര്യത്തിൽ ജമ്മുകാശ്മീരിലെ ചെനാബ് നദിക്കും ഇതിന്റെ പോഷക നദികൾക്കും കുറുകെയുള്ള 4 ജലവൈദ്യുത പദ്ധതികളിൽ ഇന്ത്യ സ്ഥിരമായി പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും 2027-28 അവ കമ്മീഷൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ജലശക്തി മന്ത്രാലയത്തിലെ അധികാരികൾ അറിയിച്ചിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ ചരക്കിറക്കുമതി ഇന്ത്യ നിരോധിച്ചതിന് പിന്നാലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയും തടയാൻ കസ്റ്റംസ് വകുപ്പ് അതീവ ജാഗ്രതയിലാണെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വിലക്കിയതിനു ശേഷവും ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതിനായി മൂന്നാമതൊരു രാജ്യത്തെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നതുമായി വാർത്തകൾ ലഭ്യമായതിന് പിന്നാലെയാണ് കസ്റ്റംസിന്റെ ഈ നീക്കം. കയറ്റുമതി നിർത്തലാക്കിയതിനു ശേഷം പണ്ടേ ശോഷിച്ച സാമ്പത്തിക അവസ്ഥ വീണ്ടും ദുർബലമാകുമെന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഈ നീക്കത്തിന് മുതിർന്നത്. എന്നാൽ അവിടെയും വെറുതെ വിടാൻ ഇന്ത്യ തയ്യാറല്ല. വിലക്കിയ വസ്തുക്കൾക്ക് പിന്നെ ഇന്ത്യയിലേക്ക് പ്രവേശനമില്ലെന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം.